നമസ്കാരം. ചലഞ്ചർ ആപ്പ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റീസെന്റ് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ 2-3 NCA നോട്ടിഫിക്കേഷൻസ് വന്നിരുന്നു. ഈ സമയത്ത് പല ഉദ്യോഗാർത്ഥികളും ചോദിച്ച കാര്യം ഡയറക്ട് റിക്രൂട്ട്മെന്റ്, അതായത് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ നോട്ടിഫിക്കേഷൻ 2024 അവസാനത്തിൽ വരാൻ സാധ്യതയുണ്ടോ? പലരും അങ്ങനെ പറയുന്നുണ്ടല്ലോ. ഇതിന്റെ ഒരു സാധ്യത എന്താണെന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ കഴിഞ്ഞ വർഷത്തെ പരീക്ഷ എപ്പോൾ നടന്നു, നിലവിലുള്ള റാങ്ക് ലിസ്റ്റിന്റെ അവസ്ഥ എന്താണ്, എത്ര വർഷമാണ് ഇതിന്റെ കാലാവധി എന്നൊക്കെ മനസ്സിലാക്കിയാൽ തന്നെ ഈ വർഷം ഈ പരീക്ഷയ്ക്ക് നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ടോ എന്ന് അറിയാൻ പറ്റും. അപ്പൊ എന്തായാലും അതിലൂടെ കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാം. ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് 2021 കേരള PSC പുറത്തിറക്കിയ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ നോട്ടിഫിക്കേഷൻ ആണ്. അന്ന് 600/2021 ആയിട്ടാണ് ആ ഒരു കാറ്റഗറി നമ്പറിലാണ് നോട്ടിഫിക്കേഷൻ വന്നത്. ഈ നോട്ടിഫിക്കേഷൻ 2021 പുറത്തിറക്കി 2025 ഏപ്രിൽ മാസത്തിൽ പരീക്ഷ നടക്കുകയും പിന്നീട് ഫിസിക്കലും മറ്റൊക്കെ കഴിഞ്ഞ് 2024 ഫെബ്രുവരി മാസം 6-ാം തീയതിയാണ് അതിന്റെ റാങ്ക് ലിസ്റ്റ് പ്രാബല്യത്തിൽ വന്നത്. അതായത് ഈ വർഷം 2024 ഫെബ്രുവരി മാസം 6-ാം തീയതി ഇതിനൊരു അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ലിസ്റ്റ് പ്രാബല്യത്തിൽ വന്ന് ആ ലിസ്റ്റ് നിലവിൽ ആക്റ്റീവാണ്. ഈ ലിസ്റ്റിൽ നിന്ന് നിയമനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിന്റെ കാലാവധി സാധാരണഗതിയിൽ മറ്റുള്ള യൂണിഫോം പോസ്റ്റിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ പരീക്ഷയ്ക്ക് കുറച്ച് വ്യത്യസ്തതകളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത്. ലിസ്റ്റിന്റെ കാലാവധി 1 വർഷമല്ല, 3 വർഷമാണ് ഈ ലിസ്റ്റിന്റെ കാലാവധി. അപ്പൊ 2024 ഫെബ്രുവരി മാസം 6-ാം തീയതി പ്രാബല്യത്തിൽ വന്ന ലിസ്റ്റ് 2027 ഫെബ്രുവരി 5-ാം തീയതി അർദ്ധരാത്രിയോട് കൂടി മാത്രമേ അവസാനിക്കുകയുള്ളൂ. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ, അതായത് ലിസ്റ്റിന്റെ വാലിഡിറ്റി വെച്ച് നോക്കുമ്പോൾ യാതൊരു സാധ്യതയും 2024 ഈ പരീക്ഷ നോട്ടിഫിക്കേഷൻ വരാൻ ഇല്ല എന്നുള്ളതാണ്. കാരണം 2027 അവസാനിക്കുന്ന ഒരു ലിസ്റ്റിന് 2026 പരീക്ഷ നടത്തിയാൽ തന്നെ ധാരാളം. അതിനനുസരിച്ച് 2027 കൂടി ലിസ്റ്റ് പ്രാബല്യത്തിൽ വരാൻ സാധിക്കും. അപ്പോൾ 2025 അവസാനത്തിലോ അല്ലെങ്കിൽ 2026 തുടക്കത്തിലോ നോട്ടിഫിക്കേഷൻ വന്നാൽ തന്നെ സ്വാഭാവികമായിട്ടും ആ ഒരു ലിസ്റ്റ് കാലാവധി തീരുമ്പോഴേക്കും പരീക്ഷ നടത്തി പുതിയ ലിസ്റ്റ് ഇടാൻ സാധിക്കുന്നതായിരിക്കും. ഇനി മറ്റൊരു സാധ്യതയുള്ളത്, നിലവിലുള്ള ലിസ്റ്റിൽ നിന്ന് മാക്സിമം ആളുകൾക്ക്, അതായത് മുഴുവൻ ആളുകൾക്കും ജോലി ലഭിക്കുകയാണെങ്കിൽ ആ ലിസ്റ്റ് എക്സോസ്റ്റ് ആയതായിട്ട് പ്രഖ്യാപിക്കുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു പുതിയ നോട്ടിഫിക്കേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ ലിസ്റ്റിൽ എത്ര ആളുകളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്? ഈ നിലവിലുള്ള ലിസ്റ്റിൽ 1239 ആളുകൾ മെയിൻ ലിസ്റ്റിൽ തന്നെയുണ്ട്, പിന്നെ സപ്ലിമെന്ററി ലിസ്റ്റിലും. അപ്പൊ ഈ 1239 ആളുകൾക്ക് ഈ ഒരു 1-2 വർഷം കൊണ്ട് ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതായത് 3 വർഷത്തിനിടയിൽ ജോലി കിട്ടി പോകാനുള്ള സാധ്യതയുണ്ടോ? 3 വർഷത്തിന് മുമ്പ് അങ്ങനെയാണെങ്കിൽ ലിസ്റ്റ് എക്സോസ്റ്റ് ആയി പുതിയ നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഇത് പരിശോധിക്കുകയാണെങ്കിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ മുമ്പുള്ള നോട്ടിഫിക്കേഷൻ, അതായത് 2016 വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ, ഈ 2016 വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷന് 2018 പരീക്ഷ നടക്കുകയും അതിന്റെ റാങ്ക് ലിസ്റ്റ് 2020 മാർച്ച് മാസം 3-ാം തീയതി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഈ ലിസ്റ്റ് 2020 മാർച്ച് മാസം 3-ാം തീയതി പ്രസിദ്ധീകരിച്ച ഈ ലിസ്റ്റിൽ അന്ന് 950 ആളുകളാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. പിന്നെ ബാക്കി സപ്ലിമെന്ററി ലിസ്റ്റും. ഈ 950 ആളുകളിൽ 950 ആളുകൾക്ക്, അതായത് 950ാമത്തെ റാങ്ക് വരെ ഉള്ള ആളുകൾക്ക് ജോലി ലഭിച്ചുകൊണ്ടും 2021 തന്നെ ഈ ലിസ്റ്റ് എക്സോസ്റ്റ് ആയിട്ട് പ്രഖ്യാപിക്കേണ്ടത്. അതായത് ലിസ്റ്റ് പ്രാബല്യത്തിൽ വന്നത് 2020 മാർച്ച് മാസത്തിലാണ്. അതിനുശേഷം 2021 പകുതിയോട് കൂടി തന്നെ, അതായത് 1.5 വർഷം ആവുന്നതിന് മുമ്പ് തന്നെ ലിസ്റ്റിലുള്ള മുഴുവൻ ആളുകൾക്ക്, അതായത് അവസാനത്തെ റാങ്കുകാരന് പോലും ജോലി ലഭിച്ചുകൊണ്ട് ഏറെക്കുറെ 913 ആളുകളാണ് ആ ലിസ്റ്റിൽ നിന്ന് ജോലി ലഭിച്ചു. 913 ആളുകൾക്ക് ജോലി ലഭിച്ചു. കുറച്ച് ആൾക്കാർ ജോയിൻ ചെയ്തില്ല. എന്തായാലും ലിസ്റ്റിലെ അവസാനത്തെ ആൾക്ക് വരെ ജോലി ലഭിച്ചതിനാൽ സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് ബാക്കിയുള്ള നിയമനം നടത്തിയില്ല. സപ്ലിമെന്ററി ലിസ്റ്റിലുള്ള ആളുകൾക്ക് നിയമനം നടത്താനുള്ള സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ പോലും ലിസ്റ്റിൽ ലാസ്റ്റ് റാങ്ക് ആളുകൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സപ്ലിമെന്ററി ലിസ്റ്റിൽ നിയമനം നടത്താറില്ല. അങ്ങനെ 913 ആളുകൾക്ക് ജോലി ലഭിച്ചുകൊണ്ട് ആ ലിസ്റ്റ് എക്സോസ്റ്റ് ചെയ്ത് പ്രഖ്യാപിക്കേണ്ടായി. അപ്പൊ അന്ന് അങ്ങനെ ആ ലിസ്റ്റ് അത്രയും പെട്ടെന്ന് 1.5 വർഷം കൊണ്ട് തന്നെ ലിസ്റ്റിലുള്ള മുഴുവൻ ആളുകൾക്ക് ജോലി ലഭിക്കാൻ ഒരു കാരണം ഉണ്ടായിരുന്നു. കാരണം 2016 വന്ന നോട്ടിഫിക്കേഷൻ ആണ്, 20 ആ ലിസ്റ്റ് പ്രാബല്യത്തിൽ വരുന്നത്. 4 വർഷം അവിടെ തന്നെ പോയി കിട്ടി. അപ്പൊ ആ 4 വർഷത്തിനിടയ്ക്ക് വന്ന മുഴുവൻ വാക്കൻസികളും ഇതിലുണ്ടായിരുന്നു. അപ്പൊ അത്രയും ആളുകൾക്ക് ജോലി കിട്ടുകയും ചെയ്തു.
ഇതിപ്പോ 2020 ഈ ലിസ്റ്റിൽ നിന്നുള്ള ആളുകൾ ഓൾറെഡി ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞു. അതിനുശേഷം ഒരു പുതിയ ലിസ്റ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞത് 2021 ഓക്കെ 2024 ഓക്കെ ഫെബ്രുവരി മാസത്തിൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ 3 വർഷത്തിനിടയ്ക്ക് വന്നിരിക്കുന്ന ഓക്കെ വേക്കൻസികളെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ നിലവിൽ ഈ ഒരു വേക്കൻസിന്റെ നില നോക്കുകയാണെങ്കിൽ നിലവിലുള്ള ലിസ്റ്റിന്റെ ആ ഒരു നിയമന നില നോക്കുകയാണെങ്കിൽ 359 അഡ്വൈസ് ഓൾറെഡി പോയിട്ടുണ്ട്. 1239 ആളുകളാണ് മെയിൻ ലിസ്റ്റിലുള്ളത്. 359 അഡ്വൈസ് ഓൾറെഡി പോയിട്ടുണ്ട്. ഒരു വർഷം പോലും ആയിട്ടില്ല. അവസാനമായിട്ട് അഡ്വൈസ് പോയിരിക്കുന്നത് ജൂൺ മാസത്തിലാണ്. അതായത് ഫെബ്രുവരി മാസത്തിൽ ലിസ്റ്റ് പ്രാബല്യത്തിൽ വന്നിട്ട് ജൂൺ മാസം ആയപ്പോഴേക്കും, അതായത് മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ 4 മാസം കൊണ്ട് 359 ആളുകൾക്ക് നിയമനം ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി അങ്ങോട്ട് നിയമനങ്ങൾ വീണ്ടും ലഭിക്കുന്നതായിരിക്കും. അപ്പൊ എന്തായാലും ആ ഒരു 2016 ലിസ്റ്റിന് സംഭവിച്ച പോലെ ഒരു പക്ഷേ ഓക്കെ ഈ വർഷം ഇല്ലെങ്കിൽ പോലും അടുത്ത വർഷം പകുതിയോട് അല്ലെങ്കിൽ അവസാനത്തോടു കൂടി തന്നെ ലിസ്റ്റിലുള്ള ആളുകൾക്ക് വേക്കൻസി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എക്സോസ്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ മാത്രം അടുത്ത വർഷം തുടക്കത്തിലോ അല്ലെങ്കിൽ അവസാനത്തോടു കൂടി നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ 2026 ഇതിന്റെ പരീക്ഷ പ്രതീക്ഷിച്ചാൽ മതി. ഈ ലിസ്റ്റിന്റെ കാലാവധി തീരുന്നതിന് മുമ്പ് സാധാരണഗതിയിൽ പരീക്ഷ നടക്കുന്ന പോലെ മാത്രം പരീക്ഷ പ്രതീക്ഷിച്ചാൽ മതി. അതല്ലാതെ ഈ വർഷം പരീക്ഷ പ്രതീക്ഷിക്കേണ്ടതില്ല. അപ്പൊ എങ്ങനെ പോയാലും ലിസ്റ്റ് എക്സോസ്റ്റ് ആവുകയാണെങ്കിലും അല്ലെങ്കിൽ ലിസ്റ്റിന്റെ കാലാവധിയുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിലും 2024 നോട്ടിഫിക്കേഷൻസിന്റെ കൂട്ടത്തിൽ, അതായത് നമ്മൾ CPOയുടെയും എക്സൈസിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ ഇതിന് നോട്ടിഫിക്കേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇതാണ്. ഇനി ഇപ്പോൾ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് NCA വിജ്ഞാപനമാണ്. ആ NCA വിജ്ഞാപനത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് 3 കാറ്റഗറി ആയിട്ടാണ് വന്നിരിക്കുന്നത്. 302, 303, 304. അതിൽ 302 എന്ന് പറഞ്ഞാൽ SEC ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്ത പട്ടികജാതി, അതിൽ 2 ഒഴിവുകളുണ്ട്. പിന്നെ SC വിഭാഗത്തിൽ നിന്ന് 7 ഒഴിവുകൾ, മുസ്ലിം വിഭാഗത്തിൽ നിന്ന് 8 ഒഴിവുകൾ. അപ്പോൾ ഇതാണ് നിലവിലുള്ള NCA വാക്കൻസി എന്ന് പറയുന്നത്. അപ്പൊ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമേ ഇതിലോട്ട് അപേക്ഷിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ ഈ ഒരു നോട്ടിഫിക്കേഷൻ കണ്ടുകൊണ്ടാണ് പല ഉദ്യോഗാർത്ഥികളും ഒക്കെ ജനറൽ റിക്രൂട്ട്മെന്റ്, അതായത് ഡയറക്ട് റിക്രൂട്ട്മെന്റ് എന്താണ് വരുന്നത് എന്നുള്ളത് ഒരു സംശയം പ്രകടിപ്പിച്ചത്. എന്തായാലും അതിന് ഉത്തരം എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്തായാലും നമ്മൾ അടുത്ത വർഷമായാലും പിടുത്ത വർഷമായാലും പഠനം തുടരുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. CPO പോലെയുള്ള സിവിൽ എക്സൈസ് ഓഫീസർ പോലെയുള്ള, അതുപോലെ തന്നെയാണെങ്കിൽ ഫയർമാൻ പോലെയുള്ള പരീക്ഷകൾ നമുക്ക് എന്തായാലും അടുത്ത വർഷങ്ങളിൽ വരാനുണ്ട്. അതിന് എല്ലാത്തിനും നോട്ടിഫിക്കേഷൻ 2024 അവസാനത്തോടു കൂടി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നമ്മൾ ചലഞ്ചർ ആപ്പിൽ മിഷൻ കാക്കി 2025 എന്ന് പറഞ്ഞ് 2025-26 പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട പരീക്ഷകളുടെ യൂണിഫോം പോസ്റ്റുകളുടെ ഒരു കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. അതിൽ CPO, WCPO, CEO സിവിൽ എക്സൈസ് ഓഫീസർ, ഫയർമാൻ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, എക്സൈസ് ഇൻസ്പെക്ടർ. ഇക്കൂട്ടത്തിലും അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറുടെ കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ. ബാക്കിയുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസും 2024 അവസാനത്തിന് വരുന്നതായിരിക്കും. അതിനെല്ലാത്തിനോടും കൂടെ ചേർന്നിട്ടുള്ള മിഷൻ കാക്കി 2025 എന്ന് പറയുന്ന ഒരു കോഴ്സാണിത്. എല്ലാത്തിനെയും സ്പെഷ്യൽ ടോപ്പിക് സെപ്പറേറ്റ്ലിയും ജനറൽ ടോപ്പിക് ഒരുമിച്ചും ആ രീതിയിലാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ലൈവ് ക്ലാസ് ഉൾപ്പെടെയുള്ള റെക്കോർഡ് ക്ലാസ് ഉൾപ്പെടെയുള്ള ഒരു ബാച്ചാണിത്. എല്ലാ ഉദ്യോഗാർത്ഥികളെയും ഇതിലൂടെ ജോയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. താഴെ കമന്റ് ബോക്സിൽ ഇതിന് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ പേര് രജിസ്റ്റർ ചെയ്യുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.